2023 നടന്ന SSC CGL പരീക്ഷയിലെ ജോഗ്രഫി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ട് 2 സെഷനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നിങ്ങളൊരു പേപ്പറും പേനയൊക്കെ എടുത്ത് കൃത്യമായി നോട്ടുകൾ കുറിച്ച് വെക്കുക. കാരണം ചില ഏരിയാസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻ വരിക. ഇപ്പോൾ 21 ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, 22 നോക്കുവാണെങ്കിൽ, 23 നോക്കുവാണെങ്കിൽ, CGL, CHSL, MTS, CAPF എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ ക്രോപ്പ് സീസൺസ് ഇൻ ഇന്ത്യ, സ്ട്രക്ചർ ഓഫ് എർത്ത്, സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ ഇനിയും ഉണ്ടെങ്കിൽ അത് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക, സംശയങ്ങൾ ചോദിക്കുക, എന്നിട്ട് ഡിസ്കഷൻസ് കാണുക. അപ്പോൾ റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻ വരുന്നത് കാണാൻ സാധിക്കും. എന്തായാലും 2024 എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇത് വലിയൊരു അസറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഓപ്ഷൻസ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക, ഓപ്ഷൻസിനെ സംബന്ധിച്ച എക്സ്പ്ലനേഷൻ കൃത്യമായി നോട്ട്സ് എഴുതി വെക്കുക. അപ്പം കൃത്യമായി ക്വസ്റ്റ്യൻസ് കാണുക, വീഡിയോസ് പരമാവധി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. കമൻറ്റുകൾ, നിങ്ങൾ സംശയങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് കിടക്കാം. Question: Which region has the maximum concentration of iron and steel industries in India? ഇന്ത്യയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? അപ്പോൾ ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ ആണ് ആൻസറായിട്ട് വരുന്നത്. നമുക്കറിയാം മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജാർഖണ്ഡിലാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ജാർഖണ്ഡിൽ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ഉള്ളത് കൊണ്ട് തന്നെയാണ്, അഥവാ ജാർഖണ്ഡിൻ്റെ മജോറിറ്റി ഏരിയയും ഈ പ്ലേറ്റോ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ജാർഖണ്ഡിനെ മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് വിളിക്കുന്നത്. ഓപ്ഷനിൽ പറഞ്ഞ മറ്റ് പ്ലേറ്റോസ്, ഡെക്കൻ പ്ലേറ്റോ നമുക്കറിയാം. ഡെക്കൻ പ്ലേറ്റോ പെനിൻസുലാർ ഇന്ത്യ കവർ ചെയ്യുന്ന പ്ലേറ്റോ ആണ് ഡെക്കൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. മാൽവ പ്ലേറ്റോ അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന, സദേൺ രാജസ്ഥാനിലും വെസ്റ്റേൺ മധ്യപ്രദേശിലുമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേറ്റോ ആണ് മാൽവ പ്ലേറ്റോ. ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് പ്ലേറ്റോ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കൾട്ടിവേഷൻ ഓഫ് ഡാഷ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദി ബാബ ബുദാൻ ഹിൽസ് ഇൻ ഇന്ത്യ. ഈ ബാബ ബുദാൻ ഹിൽസ് എന്ന് പറയുന്നത് കർണാടകത്തിലുള്ള ഹിൽസാണ്. വെസ്റ്റേൺ ഗട്ട്സിലെ കർണാടകത്തിലുള്ള ഹിൽസാണ് ബാബ ബുദാൻ ഹിൽസ്. ബാബ ബുദാൻ ഹിൽസിൽ ഏത് കൾട്ടിവേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്? ആൻസർ വന്നിരിക്കുന്നത് കോഫി കൾട്ടിവേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, അല്ലേ? കർണാടകത്തിലെ കൂർഗ് റീജിയനൊക്കെ നമുക്കറിയാം, അവിടെയാണ് ബാബ ബുദാൻ ഹിൽസ് ഉള്ളത്. അവിടെയാണ് കൂടുതലായിട്ടും കോഫി പ്ലാന്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓർത്തിരിക്കുക, സിൽക്കിന് ഫേമസ് ആയ സ്ഥലം കാഞ്ചീപുരമാണ്. കാഞ്ചീപുരത്താണ്, തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് സിൽക്ക് ഇൻഡസ്ട്രി അഥവാ സിൽക്ക് കൾട്ടിവേഷനൊക്കെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. Which of the following is incorrectly matched? നോക്കുക, incorrectly matched. 1. Montane climate, Uttarpradesh, Bihar, Jharkhand. Tropical monsoon climate, Western Ghats, Malabar Coast, Southern Assam. Tropical semi-arid or steppe climate, Karnataka, Central Maharashtra, some parts of Tamil Nadu and Andhra Pradesh. Hot deserts and arid climate, Rajasthan and some parts of Gujarat. Hot deserts and arid climate എന്ന് വെച്ചാൽ ചൂടുള്ളതും അതേപോലെ തന്നെ ആരിഡ് ഡ്രൈ ആയിട്ടുള്ള പ്രദേശമാണ് രാജസ്ഥാൻ ആൻഡ് സം പാർട്സ് ഓഫ് ഗുജറാത്ത്. ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രോപ്പിക്കൽ സെമി ആരിഡ് അഥവാ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ടൈപ്പ് വെജിറ്റേഷൻ ആണ്. നോക്കുക, കർണാടക, സെൻട്രൽ മഹാരാഷ്ട്ര, സം പാർട്സ് ഓഫ് തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്. ഈ പറഞ്ഞ റീജിയനൊക്കെ കർണാടകത്തിൻ്റെ ഈസ്റ്റേൺ റീജിയൻ, സെൻട്രൽ മഹാരാഷ്ട്ര റീജിയൻ, തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ ചില പ്രദേശങ്ങളും ഒക്കെ കിടക്കുന്നത് അത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ റെയിൻ ഷാഡോ റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ മഴ ലഭിക്കുന്നില്ല. അവിടെ നമുക്ക് ഇവിടെ പുൽമേടുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പേ ടൈപ്പ് ക്ലൈമറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സ്റ്റെപ്പേ ക്ലൈമറ്റ് കാണുന്നുണ്ട്. ഇതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചേക്കുന്നത്. അടുത്ത ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്, ദ വെസ്റ്റേൺ ഗട്ട്സ്, ദ മലബാർ കോസ്റ്റ്, ആസാം. ഇവിടെയെല്ലാം നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സിലും ഒക്കെ കാണപ്പെടുന്നത് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് തന്നെയാണ്. മോണ്ടൈൻ ക്ലൈമറ്റ്, എന്താ മോണ്ടൈൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ? മോണ്ടൈൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എസ്പെഷ്യലി മൗണ്ടെയിൻസിൽ കാണപ്പെടുന്ന ക്ലൈമറ്റ് ആണ് മോണ്ടൈൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്നത്, മൗണ്ടെയിൻസിൽ കാണപ്പെടുന്ന ക്ലൈമറ്റിനെ മോണ്ടൈൻ ക്ലൈമറ്റ് എന്ന് വിളിക്കും. നമുക്ക് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് ഇതെല്ലാം നമുക്ക് മോണ്ടൈൻ ക്ലൈമറ്റ് അല്ല കാണപ്പെടുന്നത്. ഓക്കെ, അത് അവിടെ എന്ന് പറയുന്നത് നമുക്ക് കാണപ്പെടുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത് മൺസൂൺ ടൈപ്പിൻ്റെ തന്നെ ഡ്രൈ വിൻ്ററുള്ള ടൈപ്പ് ക്ലൈമറ്റ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ മോണ്ടൈൻ ക്ലൈമറ്റ് ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ചോദിച്ചിരിക്കുന്ന ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വേർ ഇൻ ഇന്ത്യ ആർ ദി സുന്ദരി ട്രീസ് that provide durable and hard timber found? സുന്ദരി ട്രീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന പ്രദേശം സുന്ദർബൻ ആണ്. വെസ്റ്റ് ബംഗാളിലെ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് സുന്ദർബൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം, ട്രോപ്പിക്കൽ ഡെസിഡിയസ്, മാംഗ്രൂവ് ഫോറസ്റ്റ്, മൗണ്ടെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ആൻസർ വന്നിരിക്കുന്നതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. ഓക്കെ, സുന്ദരി ട്രീസ് കാണപ്പെടുന്നത് അത് സുന്ദർബൻ എന്ന് പറയുന്ന മാംഗ്രൂവ് ഫോറസ്റ്റിലാണ്. സുന്ദർബൻ എന്ന പേര് വരാൻ തന്നെ കാരണം സുന്ദരി ട്രീസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ സുന്ദരി ട്രീസിന് പ്രത്യേകത ഓർക്കുക, അത് ഡ്യൂറബിൾ ആയിട്ടുള്ള ഹാർഡ് വുഡ്, ഹാർഡ് ടിമ്പർ കൊടുക്കുന്ന ട്രീസ് ആണ് സുന്ദരി ട്രീസ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ദ പബ്ലിക് സെക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്, സേലം സ്റ്റീൽ പ്ലാന്റ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ആൻസർ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നമുക്കറിയാം ഒഡീഷയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് ഓർത്തിരിക്കുക. വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഭദ്രാവതി ഇൻ കർണാടകയാണ്. കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്, കർണാടകത്തിലെ ഭദ്രാവതിയിൽ. അതേപോലെ സേലം സ്റ്റീൽ പ്ലാന്റ് നമുക്കറിയാം സേലം ഇൻ തമിഴ്നാടുവിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സെയിലിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ്, സെയിലിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ബേൺപൂർ ഇൻ വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ബേൺപൂർ ഇൻ വെസ്റ്റ് ബംഗാളിലാണ് നമ്മുടെ സേലം അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ആൻസർ പഠിക്കുക മാത്രമല്ല, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്, സേലം കമ്പനി എവിടെയാണ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണെന്ന് കാണുക കൂടി ചെയ്തു. അതും ഓർത്തിരിക്കുക. Question: Identify the water harvesting system in Western Himalayas. Khadins, Johat, none of these gulls. ഇത് ഖാദിൻസ് എന്ന് പറയുന്നത് ഖാദിൻസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ താർ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ്. ഖാദിൻസ് എന്ന് പറയുന്നത് താർ ഡെസേർട്ടിലുള്ളതാണ്. ജോഹത് എന്ന് പറയുന്നത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ കാണപ്പെടുന്ന ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് ജോഹത് എന്ന് പറയുന്നത്. ഗുൾസ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ കാണപ്പെടുന്ന ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ്. ചോദ്യം വെസ്റ്റേൺ ഹിമാലയാസ് എന്നായതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, ഗുൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാവ് ബീൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? സ്പർട്ട് ഇൻ ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി, ഷിഫ്റ്റ് അവേ ഫ്രം കൊമേഴ്സ്യൽ ഫാമിംഗ് ടു സബ്സിസ്റ്റൻസ് ഫാമിംഗ്, റൈസ് ഇൻ ഏക്കറേജ്. നമുക്ക് നോക്കാം. സ്പർട്ടിംഗ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി വളരെയധികം വർദ്ധിച്ചു. ഷിഫ്റ്റ് അവേ ഫ്രം കൊമേഴ്സ്യൽ ഫാമിംഗ് ടു സബ്സിസ്റ്റൻസ് ഫാമിംഗ്, തിരിച്ചാണ്. സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആയിരുന്നു, അവനോട് ആവശ്യത്തിനുള്ള സാധനം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സബ്സിസ്റ്റൻസ് ഫാമിംഗിൽ നിന്ന് മാറി കൊമേഴ്സ്യൽ ഫാമിംഗിലേക്ക് വന്നു. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റൈസ് ഇൻ ഏക്കറേജ്, കവർ ചെയ്യുന്ന ഏക്കറേജ് കൂടുകയും ചെയ്തു. സോ എ ആൻഡ് സി വരുന്ന ഓൺലി എ ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Question: What is the correct sequence of layers of earth from outside of the plant to inside? Mantle, core, crust, core, mantle, crust, mantle, core, mantle, crust. നമുക്കറിയാം ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ വരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്രസ്റ്റ് ആണ് ഔട്ടർ മോസ്റ്റ് ലെയർ, തൊട്ട് താഴെ നമുക്ക് മാൻറ്റിൽ കാണാം, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് കോർ കാണാം. ഓർക്കുക, ക്രസ്റ്റ്, മാൻറ്റിൽ, കോറിനെ സംബന്ധിച്ച് സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അപ്പോൾ സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ അത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ നോട്ട്സ് എഴുതിയെടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. തീർച്ചയായിട്ടും അത് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയും താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഈ ഏരിയ നോക്കി വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലേക്സ് അക്കോർഡിംഗ് ടു ഡെപ്ത്? ഓക്കെ, ഫ്രം മാക്സിമം ടു മിനിമം. ഓക്കെ, മാക്സിമം ടു മിനിമം അക്കോർഡിംഗ് ടു ഡെപ്ത്. ഏറ്റവും കൂടുതൽ വലിപ്പം ഏരിയ അല്ല, ഓക്കെ, ഡെപ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് കറക്റ്റ് സീക്വൻസ്? ഓക്കെ, ഏറ്റവും കൂടുതൽ ഡെപ്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴത്തേക്കിന് കാസ്പിയൻ സി, ടാങ്കനിക്ക, വോസ്റ്റോക്ക്, ബൈക്കൽ, കാസ്പിയൻ സി, ടാങ്കനിക്ക, വോസ്റ്റോക്ക്. ആൻസർ BTC ആണ്. ബേക്കൽ, ടാങ്കനിക്ക, കാസ്പിയൻ സി, വോസ്റ്റക്ക്. ഓക്കെ, ബേക്കൽ, ടാങ്കനിക്ക, കാസ്പിയൻ സി, വോസ്റ്റക്ക് ആണ് ഡെപ്ത്. ഏറ്റവും കൂടുതൽ ഡെപ്ത് കൂടിയ ലേക്ക് ബേക്കൽ, പിന്നീട് ടാങ്കനിക്ക, പിന്നീട് കാസ്പിയൻ സി, പിന്നെ വോസ്റ്റക്ക്. നമുക്കറിയാം ബേക്കൽ റഷ്യയിലാണ്, വോസ്റ്റക്കും റഷ്യയിലാണ്, ടാങ്കനിക്ക ആഫ്രിക്കയിലാണ് കിടക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ ലേക്സിനെ സംബന്ധിച്ച ചില അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് നോക്കിപ്പോകാം. ഒന്ന് ബേക്കൽ എന്ന് പറഞ്ഞ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ വോളിയം. ഓക്കെ, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ടേംസ് ഓഫ് ഏരിയ ചോദിക്കാം, ഇൻ ടേംസ് ഓഫ് വോളിയം ചോദിക്കാം. മാറിപ്പോരുത്. ഇൻ ടേംസ് ഓഫ് വോളിയം ചോദിക്കുവാണെങ്കിൽ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ ടേംസ് ഓഫ് വോളിയം എന്ന് പറയുന്നത് ബേക്കലാണ്. ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ടാങ്കനിക്ക ആഫ്രിക്കയിലാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ വോളിയം കേട്ടോ. വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് ടാങ്കനിക്ക, സെക്കൻഡ് ഡീപ്പസ്റ്റ് ലേക്കുമാണ് ടാങ്കനിക്ക. നെക്സ്റ്റ് കാസ്പിയൻ സി, ലാർജസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് കാസ്പിയൻ സി ആണ്. ദെൻ വോസ്റ്റക്, ലാർജസ്റ്റ് നോൺ ലേക്ക് ഓഫ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ലാർജസ്റ്റ് ലേക്കാണ് വോസ്റ്റക്ക്. അടുത്തത് ലാർജസ്റ്റ് ലേക്സ് ബൈ ഏരിയ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലേക്സ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി കണ്ടു ലാർജസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ് എന്ന് ഇവിടെ കാസ്പിയൻ സിയെ പറയുന്ന
പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഏരിയ ആണ്. അപ്പോൾ ഏരിയയും വോളിയും തമ്മിൽ മാറിപ്പോരുത്. ഏരിയ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് കാസ്പിയൻ സീയും, രണ്ടാമത് ലേക്ക് സുപ്പീരിയർ നോർത്ത് അമേരിക്കയും, മൂന്നാമത് ലേക്ക് വിക്ടോറിയ ആഫ്രിക്കയും. ഓക്കെ, അപ്പോൾ ഈ 3 ലേക്കുകളാണ് ബൈ ഏരിയ ലോകത്തിലെ ഏറ്റവും വലുത്. ഓക്കെ, അതായത് കാസ്പിയൻ സീ സോൾട്ട് വാട്ടർ ലേക്കാണ്, സുപ്പീരിയർ ഫ്രഷ് വാട്ടർ ലേക്കാണ്, വിക്ടോറിയ ഫ്രഷ് വാട്ടർ ലേക്കാണ്. എന്നാൽ ചോദ്യം എങ്ങനെയാണെന്ന് വിചാരിക്കുക, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ ഏരിയ. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ ഏരിയ ലേക്ക് സുപ്പീരിയർ ആണ്, 2 ലേക്ക് വിക്ടോറിയയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് പഠിക്കുന്നത് വഴി നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട ലേക്കുകളൊക്കെ എവിടെയാണെന്ന് നമ്മൾ കണ്ടു. ഫോർ എക്സാമ്പിൾ സുപ്പീരിയർ എവിടെയാണ്, വിക്ടോറിയ എവിടെയാണ്, താങ്കലിക്ക് എവിടെയാണ്, ബേക്കൽ എവിടെയാണെന്ന് കണ്ടു. അതേപോലെ തന്നെ ഡെപ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോപ്പ് 4 ലേക്സ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ വോളിയം ഓഫ് വാട്ടർ ക്യാരി ചെയ്യുന്നതിൽ ലാർജസ്റ്റ് ലേക്കുകൾ നമ്മൾ കണ്ടു. നോർമലി ലേക്കിൻ്റെ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ലാർജസ്റ്റ് ലേക്ക് നമ്മൾ കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ടേംസ് ഓഫ് ഏരിയയും നമ്മൾ കണ്ടു കഴിഞ്ഞു. Of 31.2 thousand kilometers of rivers and canals, which is about 17% of the total length of rivers and canals in the country. ഏത് സംസ്ഥാനത്താണെന്നാണ്? കേരള, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ഗംഗാ സിസ്റ്റമാണ്. ഗംഗാ സിസ്റ്റത്തിൻ്റെ മജോറിറ്റി ഏരിയയും പാസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഇന്ത്യയിൽ കനാൽസും ഉത്തർപ്രദേശിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യ കലണ്ടർ ഹേമന്ത സീസൺ ഫോൾസ് ഇൻ വിച്ച് മന്ത്? ഹേമന്ത സീസൺ വളരെ ഫാക്ച്വലായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഇന്ത്യൻ കലണ്ടർ അനുസരിച്ച് സീസൺസ് ഏതൊക്കെ മന്തിൽ വരുന്നു എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആൻസർ വരുന്നത് മാർഗശീർഷ പൗസയാണ്. ഓർക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് സീസൺസ് ഇന്ത്യൻ കലണ്ടറിൽ ഏത് മാസം വരാം എന്നിട്ട് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ഏരിയ പഠിച്ചാൽ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അത് 2022 വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്, 22 CGL, MDS, CHSL എക്സാംസിന് വന്നിട്ടുണ്ട്. തീർച്ചയായും 2024 പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും. നമുക്കതുകൊണ്ട് തന്നെ സീസൺസ് ഏത് ഇന്ത്യൻ മന്ത്സിലാണ് വരുന്നത് നമുക്ക് നോക്കിപ്പോകാം. ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് 6 സീസൺസ് ആണ് കാണാൻ സാധിക്കുന്നത്. വസന്ത, ഗ്രീഷ്മ, വർഷ, ശാരദ, ഹേമന്ത ആൻഡ് ശിശിര. ഇത് ഇന്ത്യൻ കലണ്ടർ അനുസരിച്ച് വരുവാണെങ്കിൽ വസന്ത സീസൺ വരുന്നത് ചൈത്ര വൈശാഖ മാസത്തിലാണ് വരുന്നത്. ഗ്രീഷ്മം വരുന്നത് ജ്യേഷ്ഠ ആഷാഢ മാസത്തിലാണ് വരുന്നത്. വർഷ വരുന്നത് ശ്രാവണ ഭദ്ര മാസത്തിലാണ് വരുന്നത്. ശാരദ വരുന്നത് അശ്വിന കാർത്തിക മാസത്തിലാണ് വരുന്നത്. ഹേമന്തം വരുന്നത് മാർഗശീർഷ പൗസ മാസത്തിലാണ് വരുന്നത്. ശിശിര വരുന്നത് മാഘ ഫൽഗുണ മാസത്തിലാണ് വരുന്നത്. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ജോർജിയൻ കലണ്ടർ അനുസരിച്ച് നമുക്ക് നോക്കാം. വസന്ത എന്ന് പറയുന്നത് ചൈത്ര വൈശാഖയാണ് ഇന്ത്യൻ കലണ്ടർ എങ്കിൽ അത് അക്കോർഡിംഗ് ടു പ്രസന്റ് കലണ്ടർ സിസ്റ്റം അനുസരിച്ച് വരുവാണെങ്കിൽ മാർച്ച് ഏപ്രിൽ വരും. കറസ്പോണ്ടിങ് ഗ്രീഷ്മം വരുന്നത് മെയ് ജൂൺ മാസത്തിലാണ്. വർഷം വരുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ്. ദെൻ ശാരദ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ഹേമന്തം വരുന്നത് നവംബർ ഡിസംബർ മാസത്തിലാണ്. ശിശിരം വരുന്നത് ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. According to traditional Indian seasons, which of the following seasons falls in the months of November, December? ഇപ്പോൾ നമ്മൾ ചാർട്ട് കണ്ടതേ ഉള്ളൂ. അതിനനുസരിച്ച് ആൻസർ വരുന്നത് ഏതാണ്? ഹേമന്ത മന്ത വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. The first phase of the Green Revolution was restricted largely to 2 crops and the regions where they are grown. Which of the following pairs best represents these 2 crops? നമുക്കറിയാം ദാറ്റ് ഈസ് വീറ്റ് ആൻഡ് റൈസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Which of the following cyclones did not hit India during the year 2021-22? Did not hit India ആണ്. യാസ്, ജൂലിയ, തൗക്കത്ത്, ദെൻ ഗുലാബ്. ജൂലിയ എന്ന് പറയുന്നത് 2012 യൂറോപ്പിൽ വന്ന ഒരു സൈക്ലോണാണ് ജൂലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. യാസ്, തൗക്കത്ത്, ഗുലാബ് ഇത് 3ഉം ഇന്ത്യയിൽ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ വന്ന സൈക്ലോൺസ് തന്നെയാണ്. യാസ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയനിലാണ് വന്നത്. ഗുലാബും വന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ ഓഫ് ഇന്ത്യ വന്നത്. എന്നാൽ തൗക്കത്ത് വന്നത് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ബേ ഓഫ് ബംഗാൾ മൺസൂൺ ബ്രാഞ്ച് ആൻഡ് അറേബ്യൻ സീ ബ്രാഞ്ച് മെർജ്? ഓക്കെ, നമുക്കറിയാം ബേ ഓഫ് ബംഗാളിൽ കൂടി അറേബ്യൻ സീ ബ്രാഞ്ച് മൺസൂൺസ് വരുന്നുണ്ട്. അത് എവിടെ വെച്ചാൽ മെർജ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. സദേൺ പാർട്ട് ഓഫ് പെനിൻസുലർ ഇന്ത്യ അല്ല. കൊറമാണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ കോസ്റ്റാണ്. തമിഴ്നാടിൻ്റെ കോസ്റ്റിൽ നമുക്കറിയാം സൗത്ത് വെസ്റ്റേൺ മൺസൂണിൽ നിന്ന് മഴ ലഭിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മെർജ് ചെയ്യത്തില്ല. പിന്നെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഗംഗാ പ്ലെയിൻസ്, ദെൻ നോർത്ത് ഓഫ് ഡെക്കൻ പ്ലേറ്റോ. നോർത്ത് ഓഫ് ഡെക്കൻ പ്ലേറ്റോ അല്ല, ഇങ്ങനെയാണ് കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ഓഫ് ഡെക്കൻ പ്ലേറ്റോ അല്ല. പിന്നെ വരുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഗംഗാ പ്ലെയിൻ വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ അറേബ്യൻ സീ ബ്രാഞ്ച് ഓഫ് മൺസൂണിനെ കുറിച്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെ കുറിച്ചും ചെറിയ 1-2 കാര്യങ്ങൾ പറയാം. സൗത്ത് വെസ്റ്റേൺ മൺസൂൺ അറേബ്യൻ സീയുടെ മുകളിൽ കൂടെ കയറി വീശി വരുമ്പോൾ നമ്മളിതിനെ
അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് വിളിക്കാറുണ്ട്. അത് നേരെ ബേ ഓഫ് ബംഗാൾ കൂടെ വരുവാണ് നമ്മൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ന് വിളിക്കാറുണ്ട്. ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് നേരെ വന്ന് സൗത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള ഗാരോ കാസി ജയന്തിയ ഹിൽസിൽ ട്രാപ്പായി പോവുകയും അങ്ങനെ അവിടെ ചിറാപുഞ്ചി മോസിൻ ഡാമിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ടിബറ്റൻ പ്ലേറ്റോ കാണാൻ സാധിക്കും. സമ്മർ സീസണാണ്. ടിബറ്റൻ പ്ലേറ്റോ എക്സ്ട്രീം ആയിട്ട് ഹോട്ട് ആകുന്നതുകൊണ്ട് ഇവിടെ ലോ പ്രഷർ ചേംബർ ഫോം ചെയ്യും. ഈ ലോ പ്രഷർ ചേംബർ നോക്കിയിട്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന മൺസൂൺ വിൻഡ്സ് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ അതിന് കാരണം ടിബറ്റൻ പ്ലേറ്റോയിലെ ലോ പ്രഷർ ബെൽറ്റ് ആണ്. അങ്ങനെ വരുന്ന ടിബറ്റൻ പ്ലേറ്റോയിലേക്ക് വരുന്ന ഈ വിൻഡിനെ നമ്മുടെ ഹിമാലയാസോട് ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ വിൻഡ് ഇന്ത്യൻ പ്ലെയിൻസിൽ കയറി നേരെ രാജസ്ഥാൻ പാകിസ്ഥാനിൻ്റെ റീജിയനിലേക്ക് നോക്കി വീശുകയും ചെയ്യും. ഇവിടെയെല്ലാം ഹിമാലയാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം നമുക്ക് ശക്തമായ രീതിയിൽ നമുക്ക് മഴ ലഭിക്കും. അങ്ങനെ ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന പ്രദേശങ്ങളിൽ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യയിൽ വെച്ചിട്ട് അത് അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് മെർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അറേബ്യൻ സീ ബ്രാഞ്ച് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് മെർജ് ചെയ്യുന്ന സ്ഥലമാണ് പഞ്ചാബ്, ഹരിയാന റീജിയൻ അഥവാ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റു പ്രത്യേകതകൾ പറയാൻ നോർത്ത് വെസ്റ്റേൺ റീജിയൻ്റെ പ്രത്യേകത, അപ്പോൾ അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ഒരേപോലെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് പഞ്ചാബ്, ഹരിയാന റീജിയൻ അഥവാ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ. ഇത് കൂടാതെ വിന്റർ സീസണിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന പേരിൽ മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് വരുന്ന ലോ പ്രഷർ എഫക്റ്റ് കൊണ്ട് തന്നെ ഇവിടെ വീണ്ടും മഴ ലഭിക്കാറുണ്ട്. അപ്പം 3 രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് പഞ്ചാബ്, ഹരിയാന, നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ. ഒന്ന് സൗത്ത് വെസ്റ്റേൺ മൺസൂണിൻ്റെ ബ്രാഞ്ചസായ അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും മഴ ലഭിക്കും. അതേപോലെ തന്നെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നറിയപ്പെടുന്ന മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് വരുന്ന വിൻഡ് കൊണ്ടും നമുക്ക് അവിടെ മഴ ലഭിക്കാറുണ്ട്. Agriculture sector is a part of the tertiary sector, secondary sector, primary sector, quaternary sector. അപ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിന് അതേപോലെ തന്നെ യൂസ് ചെയ്യുവാണ്. വാല്യൂ അഡീഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾക്ക് വാല്യൂ അഡീഷൻ നടക്കുവാണെങ്കിൽ സെക്കൻഡറി സെക്ടർ ആകും. ടേഴ്സറി സെക്ടർ എന്ന സർവീസ് സെക്ടറാണ്. ക്വാർട്ടർണറി സെക്ടർ എന്ന് പറഞ്ഞാൽ നോളജ് സെക്ടർ അഥവാ ഹൈ ഡിസിഷൻ മേക്കിംഗ് സെക്ടർ എന്നൊക്കെ നമ്മൾ ക്വാർട്ടർണറി സെക്ടർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നു അഗ്രികൾച്ചർ സെക്ടർ ഈസ് എ പാർട്ട് ഓഫ് പ്രൈമറി സെക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർഷ്യലി മോൾട്ടൺ അപ്പർ മാന്റിൽ മെറ്റീരിയൽ കോൾഡ് ഡാഷ് ഈസ് എ മെക്കാനിക്കലി വൾണറബിൾ ലെയർ beneath the lithosphere characterized by low seismic wave velocity and high attenuation. ഈ ലെയറിനെ വിളിക്കുന്ന പേരെന്തൊക്കെയാണ്? എസ്തനോസ്ഫിയർ, മാഗ്നറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നതും അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ആണ്. അത് സ്ട്രക്ചർ ഓഫ് എർത്തിൽ വരുന്നില്ല. മാഗ്നറ്റോസ്ഫിയർ എന്ന് പറയുന്നത് പ്ലാനറ്റ്സിൻ്റെ വെളിയിലായിട്ട് ഒരു മാഗ്നറ്റിക് ഷീൽഡ് ഫോം ചെയ്യുന്നു. അതാണ് മാഗ്നറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് അസ്റ്റനോസ്ഫിയർ ആണ്. ഓർത്തിരിക്കുക, സ്ട്രക്ചർ ഓഫ് എർത്തിനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടും. സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സ്ട്രക്ചർ ഓഫ് എർത്തും സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. സീരിയസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ വളരെ ചെറിയ ചെറിയ ഏരിയാസ് പഠിക്കുന്ന വഴി നമുക്ക് വളരെ പെട്ടെന്ന് എക്സാംസ് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഏരിയാസിൽ കൃത്യമായി ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു ഏരിയ ആണ് സ്ട്രക്ചർ ഓഫ് എർത്തും സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറും ക്രോപ്പ് സീസൺസ് ഇൻ ഇന്ത്യയും. ഇതിൻ്റെ 3 വീഡിയോയും ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രം, നിങ്ങളൊരു പേപ്പറും പേന എടുത്തു വെക്കുക, നിങ്ങൾ ആ വീഡിയോ കാണുക, നോട്ട് എഴുതിയെടുക്കുക, ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കൊടുക്കുക, മാർക്ക് കൊണ്ട് മേടിക്കുക, എക്സാം ക്ലിയർ ആകുക. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിവേഴ്സ് ഇൻക്ലൂഡിംഗ് ട്രിബ്യൂട്ടറീസ് ഇൻ ബംഗ്ലാദേശ്? ബംഗ്ലാദേശിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റിവേഴ്സിൻ്റെ എണ്ണമാണ് 2023 CGയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അബൌട്ട് 700 റിവേഴ്സ് ആണ്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരുപാട് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ടീ സ്റ്റാർ റിവർ ഒക്കെ. പിന്നെ നമുക്കറിയാം ഗംഗാ റിവർ പത്മ എന്ന പേരിൽ ബംഗ്ലാദേശിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ബ്രഹ്മപുത്ര റിവർ ജമുന എന്ന പേരിൽ ബംഗ്ലാദേശിലേക്ക് കയറുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ, എസ്പെഷ്യലി ഹിമാലയൻ റിവേഴ്സിൽ ഈസ്റ്റ് ഫ്ലോയിങ് ആയ റിവേഴ്സ് അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഒക്കെ ബംഗ്ലാദേശ് വഴി കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് റിവേഴ്സ് ഓഫ് ബംഗ്ലാദേശ് ചോദിച്ചിരിക്കുകയാണ്, അബൌട്ട് 700 റിവേഴ്സ്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ ദ പ്ലേറ്റോ ഓഫ് മേഘാലയ, സഹ്യാദ്രി ആൻഡ് ദ സെൻട്രൽ ആൻഡ് സദേൺ ഐലൻഡ്സ് ഓഫ് നിക്കോബാർ ഗ്രൂപ്പ്? ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം വളരെ ക്ലിയർ ആണ്. സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മറ്റൊരു പേരാണ് സഹ്യാദ്രി. എസ്പെഷ്യലി നോർത്തേൺ റീജിയനിൽ മഹാരാഷ്ട്രയിലൊക്കെ അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി. ഓക്കെ, സഹ്യപർവ്വതം നമ്മൾ മലയാളത്തിൽ വിളിക്കാറുണ്ട്. മേഘാലയ റീജിയൻ്റെ പ്രത്യേകത ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുമ്പേ മൺസൂൺ ഡിസ്കസ് ചെയ്തപ്പോൾ. ഗാരോ കാസി ജയന്തിയ ഹിൽസ് ഉള്ളതുകൊണ്ട് ശക്തമായ മഴ ലഭിക്കുകയും അവിടെ നമുക്ക് വെജിറ്റേഷൻ എപ്പോഴും ഗ്രീനിഷ് വെജിറ്റേഷൻ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്.
പിന്നെ നിക്കോബാർ ഗ്രൂപ്പിൽ, ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അത് നമുക്കറിയാം. അത് എന്ന് പറയുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡൊക്കെ ഇക്വറ്റിനടുത്താണ്. അപ്പോൾ ഒരു ഇക്വറ്റോറിയൽ ടൈപ്പ് വെജിറ്റേഷൻ കാണപ്പെടാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അതൊക്കെ നമുക്ക് നോക്കാം. ഡ്രൈ ട്രോപ്പിക്കൽ ഡെസിഡിയസ് വെജിറ്റേഷൻ അല്ല, ഡ്രൈ ആയ വെജിറ്റേഷൻ അല്ല. ഡ്രൈ ട്രോപ്പിക്കൽ തോണി അല്ലേ അല്ല. ഓക്കെ, കാരണം തോണി വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മുള്ളുകൾ നിറഞ്ഞ പ്രദേശമല്ല. ആൽപൈൻ വെജിറ്റേഷൻ, എന്താ ആൽപൈൻ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ വെജിറ്റേഷൻ തന്നെയാണ്. അതായത് ഉയരം കൂടിയ പ്രദേശങ്ങളിൽ, ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ, എസ്പെഷ്യലി മൗണ്ടെയിൻസിന്റെ മേളിൽ കാണപ്പെടുന്ന വെജിറ്റേഷൻ നമുക്ക് ആൽപൈൻ വെജിറ്റേഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ആൽപൈൻ വെജിറ്റേഷനും അല്ല. നെക്സ്റ്റ് മോയിസ്റ്റ് ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ വെജിറ്റേഷൻ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മോയിസ്റ്റ് ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ വെജിറ്റേഷൻ, ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ ഈ ആൽപൈൻ വെജിറ്റേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്കം ഹോൾസ് എന്ന് അറിയപ്പെടാറുണ്ട്. ഈ പേര് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആൽപൈൻ വെജിറ്റേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്കം ഹോൾസ് എന്ന് അറിയപ്പെടാറുണ്ട്. തില, സേട്ടി ആൻഡ് ബേരി ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് തംസ, ഗഗ്ര, മാഹി, സബർമതി. ഓക്കെ, തില, സേട്ടി ആൻഡ് ബേരി ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗഗ്ര റിവർ ആണ്. ഗഗ്ര റിവർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഗംഗാ റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ് ഗഗ്ര റിവർ. ഓക്കെ, ബീഹാറിലെ ഷപ്രയിൽ വെച്ചിട്ടാണ് ഗംഗാ റിവറിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് നേപ്പാൾ വഴി ഒഴുകി UP-യിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന റിവറാണ് ഗഗ്ര. അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് തില, സേട്ടി ആൻഡ് ബേരി എന്ന് പറയുന്നത്. തംസ റിവർ നിങ്ങൾ തംസ റിവർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വാൽമീകി രാമായണത്തിൽ രാമൻ സീതയെ ഉപേക്ഷിക്കുന്ന സീത തമസ നദിയുടെ തീരത്ത് നിൽക്കുമ്പോഴാണ് വാൽമീകി മഹർഷിയെ പരിചയപ്പെടുന്നതും അങ്ങനെ ആശ്രമത്തിലേക്ക് പോകുന്നതും അവിടെ ലവകുശന്മാരെ ഉണ്ടാകുന്നതും അവിടെ വെച്ച് ആയുധാഭ്യാസം കൊടുക്കുന്നതും ഒക്കെ കഥ നമുക്കറിയാവുന്നതാണ്. ആ തംസ റിവർ തന്നെയാണ് ഇവിടെ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. തംസ റിവറും അത് ഗംഗാ റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ് തംസ റിവർ. അടുത്തത് മാഹി റിവർ എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് മധ്യപ്രദേശ് വഴി മുകളിലേക്ക് ഒഴുകി നേരെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് വഴി നേരെ ഗൾഫ് ഓഫ് കമ്പത്തി പതിക്കുന്ന റിവറാണ് മാഹി റിവർ. മാഹി റിവറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 പ്രാവശ്യം മുറിച്ചു കിടക്കുന്ന റിവറാണ് മാഹി റിവർ. സബർമതി റിവർ ആരവല്ലി മൗണ്ടെയിൻസ് രാജസ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സദേൺ സ്ലോപ്സ് ഓഫ് ആരവല്ലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നേരെ ആരവല്ലിയിൽ താഴേക്ക് ഒഴുകി ഗുജറാത്ത് വഴി വന്ന് ഗുജറാത്തിൽ വെച്ച് ഗൾഫ് ഓഫ് കമ്പത്തി പതിക്കുന്നു. ഗുജറാത്തിൻ്റെ ക്യാപിറ്റലായ ഗാന്ധിനഗറും ഗുജറാത്തിലെ ഫേമസ് സിറ്റിയായ അഹമ്മദാബാദും ലൊക്കേറ്റ് ചെയ്യുന്നത് സബർമതി റിവറിൻ്റെ തീരത്താണ്. What is the name of the branch of river Godavari that joins the Bay of Bengal flowing through the Yanam enclave of Union Territory of Puducherry? കപില, ഇന്ദ്രാവതി, ഗൗതമി, ഭവാനി. ഓർക്കുക, നമ്മുടെ ഗോദാവരി റിവർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് റിവറാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്ന് പറയപ്പെടാറുണ്ട്. നാസിക്കിൽ നിന്നാണ് ഗോദാവരി റിവർ ഉത്ഭവിക്കുന്നത്. ഈ ഗോദാവരി റിവർ രാജമുന്ദ്രി ആന്ധ്രാപ്രദേശ് ആകുമ്പോഴത്തേക്ക് 2 കൈവഴികളായിട്ട് മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് പോവുകയാണ്. ഒന്ന് ഗൗതമി ഗോദാവരിയും 2 വസിഷ്ഠ ഗോദാവരിയും. ഓക്കെ, ഗൗതമി ഗോദാവരിയും വസിഷ്ഠ ഗോദാവരിയും. അതിൽ ഗൗതമി ഗോദാവരി ആണ് യാനം എൻക്ലേവ് കവർ ചെയ്ത് പോകുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2023 CGL എക്സാമിനേഷനിൽ വന്ന ജോഗ്രഫി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ട് 2-ൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും കാണണം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമായിരിക്കാം സ്ട്രക്ചർ ഓഫ് എർത്ത്, സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ക്രോപ്പ് സീസൺസ് ഇൻ ഇന്ത്യ തുടങ്ങിയ ബേസിക് ആയ ടോപ്പിക്കിൻ്റെ വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റിപ്പീറ്റഡായിട്ട് വരുന്ന ഏരിയാസ് നന്നായി ഫോക്കസ് ചെയ്യുക. വന്നിരിക്കുന്ന ഏരിയാസിലെ ഓപ്ഷൻസ് അടക്കം കൃത്യമായിട്ട് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്